രാജ്യത്തെ ഏറ്റവും മികച്ച സഹകരണ പ്രസ്ഥാനമായ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്ന മാധ്യമങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ നിയമ നടപടിക്കൊരുങ്ങി BLM. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ചേർന്ന ബോർഡ് യോഗത്തിലാണ് സൊസൈറ്റിക്കെതിരെ കരുതിക്കൂട്ടി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. 2 പതിറ്റാണ്ടുകളിലേറെയായി ഏറ്റവും മികച്ച രീതിയിൽ കേരളം, തമിഴ്നാട്, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി 10 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലുതും മികച്ചതുമായ ഹൗസിംഗ് സഹകരണ സ്ഥാപനങ്ങളിലൊന്നായ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കേന്ദ്ര സഹകരണ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കീഴിൽ രജിസ്റ്റർ ചെയ്ത ബഡ്സ് 2019 ആക്ട് നിയമങ്ങൾക്ക് വിധേയമായി വളരെ കൃത്യതയോടെയും സുതാര്യവുമായാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇത്തരത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിനെതിരെ ചില തൽപര കക്ഷികളുടെ പ്രേരണ മൂലം ഗൂഢലക്ഷ്യത്തോടെ ചില ദൃശ്യം വാർത്താ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വ്യാജവും അടിസ്ഥാനരഹിതവുമായ വാർത്തകൾ കെട്ടിച്ചമച്ച സംപ്രേഷണം ചെയ്യുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് BLM സൊസൈറ്റി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ R. പ്രേംകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബോർഡ് യോഗത്തിലാണ് ഇത്തരത്തിൽ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ BLM സൊസൈറ്റി അധികൃതർ തീരുമാനിച്ചത്. കെട്ടിച്ചമച്ചതും അടിസ്ഥാനരഹിതവും വ്യാജവുമായ വാർത്തകളിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന സൊസൈറ്റിയുടെ മെമ്പർമാർക്കിടയിൽ ആശങ്ക പടർത്തി അവർക്കിടയിൽ പരിഭ്രാന്തിയും ഭീതിയും ഉളവാക്കി സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ചില സ്ഥാപിത താൽപര്യക്കാരുടെ വ്യാജ വാർത്തകളാൽ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ അംഗങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും BLM സൊസൈറ്റി അധികൃതർ ആവശ്യപ്പെട്ടു. വ്യാജരേഖകൾക്കെതിരെയും വാർത്തകൾക്കെതിരെയും കേന്ദ്ര സഹകരണ രജിസ്ട്രാർ, കേന്ദ്ര സഹകരണ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, സംസ്ഥാന DGPമാർ, സംസ്ഥാന സഹകരണ രജിസ്ട്രാർമാർ തുടങ്ങിയവർക്ക് പരാതി നൽകാനാണ് സൊസൈറ്റിയുടെ തീരുമാനം. സഹകരണ മന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിൽ എല്ലാ മാനദണ്ഡവും അനുസരിച്ച് വളരെ സുതാര്യതയോടുകൂടി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് BLM സൊസൈറ്റി. സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനമാണ് BLM. സഹകരണ ബാങ്ക് അല്ലാത്തതിനാൽ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്ക് RBI ചട്ടങ്ങൾ ബാധകമില്ലെങ്കിലും BLM സൊസൈറ്റി KYC രേഖകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ആളുകൾക്ക് മെമ്പർഷിപ്പ് നൽകി വരുന്നത്. അതേസമയം അംഗങ്ങൾക്ക് 8% മുതൽ 12% വരെ ലാഭവിഹിതമാണ് നൽകി വരുന്നത്. സൊസൈറ്റിയുടെ സേവനങ്ങൾ പ്രധാനമായും ലാൻഡ് ഡെവലപ്മെന്റ്, ഹൗസിംഗ് ഡെവലപ്മെന്റ് എന്നീ മേഖലകളിലാണ്. ഇവയ്ക്ക് പുറമെ ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം, വ്യവസായ മേഖലകളിലും IT, ബയോഗ്യാസ്, സിവിൽ സപ്ലൈസ് ഉൽപ്പാദന മേഖലകളിലും സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിക്ഷേപങ്ങൾ നടത്തി വരുന്നുണ്ട്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ അനേകായിരങ്ങൾക്ക് ആശ്വാസമേകാനും സൊസൈറ്റിക്കായിട്ടുണ്ട്. നിർധനരായ രോഗികൾക്ക് ചികിത്സാ ചിലവും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന ചിലവിനും പുറമെ സർക്കാരുമായി സഹകരിച്ച് നിർധനരായ കുടുംബങ്ങൾക്ക് 5 സെന്റ് ഭൂമിയോടുകൂടി 28 വീടുകൾ നിർമ്മിച്ചു നൽകും. സംസ്ഥാന സർക്കാരുമായി കൂടിച്ചേർന്ന കേരള ഫെഡിന്റെ കോക്കോ റോയൽ കോക്കനട്ട് ഓയിൽ BLMന്റെ ഏറ്റവും പുതിയ സംരംഭമാണ്. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് സ്വദേശ് സമാൻ അവാർഡ്, ഇൻഡോ UK എക്സലന്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളാണ് സൊസൈറ്റിയെ തേടിയെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 21 വർഷത്തിനിടയിൽ അംഗങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് കാലതാമസമില്ലാതെ ആശങ്കകൾക്കോ പരാതികൾക്കോ വക നൽകാതെ കൃത്യമായി ലാഭവിഹിതം ഉൾപ്പെടെയുള്ള സകല ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്തു വരുന്ന സൊസൈറ്റി രാജ്യമെമ്പാടുമുള്ള മറ്റു സഹകരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനേകായിരം കുടുംബങ്ങൾക്ക് താങ്ങായി തണലായി BLM എന്ന പ്രസ്ഥാനം ഓരോ കുടുംബത്തിനും വെളിച്ചമായി, ഓരോ ഹൃദയത്തിലും പ്രതീക്ഷ പകർന്ന 2 പതിറ്റാണ്ട് കാലമായി ചേർന്ന് നിൽക്കുകയാണ്. M5 ന്യൂസ്, തിരുവനന്തപുരം.